ദൈവത്തിന് മഹത്വം. ഹോശയുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഗോർ താഴ്വരയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്ത് എന്ന പോലെയും അവൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും പാട്ടുപാടും. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഹോശയ പ്രവാചകൻ ഈ പ്രവചന കാലഘട്ടം BC 715 എഴുതിയ ഈ വാക്കുകൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ തനതായ ദൂത് കൈമാറുകയാണ്. ഹോശയ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷ എന്നതാണ്. ഇസ്രായേലിൻ്റെ അവിശ്വസ്തത എന്ന പ്രമേയമാണ് ഈ പ്രവചനത്തിൻ്റെ അധ്യായങ്ങളിൽ കാണുന്നത്. ദൈവവും താൻ തിരഞ്ഞെടുത്ത ജനവും തമ്മിലുള്ള ബന്ധവും അത് വൈവാഹിക ബന്ധത്തോടെയാണ് തിരുവെഴുത്തിൽ പല ഭാഗത്തും ആലങ്കാരികമായി വർണ്ണിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അധംപതിച്ച ആത്മീയ സ്ഥിതിയുടെ പ്രതീകമായി ദുർനടപ്പിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ ഹോശയ വിവാഹം ചെയ്യുവാൻ ദൈവം നിർദ്ദേശിക്കുന്നു. അങ്ങനെ പ്രവാചകന്റെ കുടുംബജീവിതം ഇസ്രായേൽ ജനം ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയ്ക്ക് സമാനമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പിന്തുടർന്നു വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഇസ്രായേലിനെ ദൈവത്തിലേക്ക് വീണ്ടും മാടി വിളിക്കുകയാണ്. ഇവിടെ ദൈവം പറയുന്നു, ഞാൻ എൻ്റെ ജനത്തെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് ഹൃദ്യമായി സംസാരിക്കും. ജീവിതത്തിൻ്റെ മരുഭൂമികൾ ദൈവശബ്ദം കേൾക്കുവാനുള്ള സ്ഥലമാണ്. ജീവിതത്തിൻ്റെ മരുഭൂമികൾ ദൈവമായി ഏകാന്തത സമയം ചിലവഴിപ്പാനുള്ള സമയമാണ്. ജീവിതത്തിൻ്റെ മരുഭൂമി സ്വയശോധനയുടെയും വിലയിരുത്തലിൻ്റെയും സമയമാണ്. ജീവിതത്തിൻ്റെ മരുഭൂമിയിലാണ് ഹൃദ്യമായ ഇടപെടൽ, ഇൻറ്റിമസി ദൈവവുമായി നമുക്ക് ലഭിക്കുന്നത്. ദൈവവുമായി ഇൻറ്റിമസി ലഭിക്കുന്ന ഒരു ദൈവവൈതലിനോട് ദൈവം പറയുന്നു, ഞാൻ മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കും, പ്രത്യാശയുടെ വാതിലായ ആഗോർ താഴ്വരയെ കൊടുക്കും. യോശുവയുടെ കാലത്ത് ഇസ്രായേൽ ജനത്തെ വലച്ച ആഗാനെ കല്ലെറിഞ്ഞു കൊന്ന സ്ഥലമാണ് ആഗോർ താഴ്വര. ആഗോർ എന്ന വാക്കിന് അർത്ഥം വലയ്ക്കുക എന്നാണ്. അത് ശാപത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ ആഗോർ താഴ്വര ഇവിടെ പ്രത്യാശയുടെ വാതിലായി തീർന്നു എന്നത് ഒരത്ഭുതമാണ്. ഹായി പട്ടണത്തിൽ വെച്ച് ഇസ്രായേൽ ജനം ശത്രുക്കളുടെ മുമ്പിൽ ആഗാൻ മൂലം പരാജിതരായി തീർന്നു. എന്നാൽ ആഗോർ താഴ്വരയിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞ് കൊന്ന് കഠിനമായി ശിക്ഷിച്ചതിനാൽ ദൈവത്തിൻ്റെ ഉഗ്രകോപം മാറിയതായി അവിടെ കാണുന്നു. അതിനാൽ ഹായ് പട്ടണത്തെ ജയിക്കുവാനുള്ള വഴിയും ദൈവം തുറന്നു. ആ ആഗോർ താഴ്വരയിൽ വെച്ച് ശാപത്തിൻ്റെ പാപത്തിൻ്റെയും ശിക്ഷ നടപ്പാക്കിയ ആ സ്ഥലം പ്രത്യാശയുടെ വാതിലായും ഹായ് പട്ടണത്തെ ജയിക്കുവാനുള്ള ഒരു വഴിത്തിരിവായും മാറിയത് അവിടെ കാണുന്നു. ആഗോർ താഴ്വര പരാജയത്തിൻ്റെ, ശാപത്തിൻ്റെ താഴ്വരയാണെങ്കിൽ അതിൽ ജയത്തിൻ്റെയും നന്മയുടെയും ദൈവപ്രസാദത്തിൻ്റെയും താഴ്വരയായി അവിടെ മാറുകയാണ്. ദൈവം പറയുന്നു, നിങ്ങളുടെ ശാപത്തിൻ്റെ താഴ്വര, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ താഴ്വര, നിങ്ങളുടെ താഴ്ചയുടെയും കുറ്റ ആരോപണങ്ങളുടെയും താഴ്വര, നിങ്ങളുടെ ശിക്ഷകൾ നടപ്പാക്കിയ താഴ്വര, നിങ്ങളെ ക്രൂശിക്കുവാൻ വെല്ലുവിളിച്ച താഴ്വര, നിങ്ങൾ ജീവിതത്തിൽ ഇനി ഉയരുകയില്ലെന്ന് വിധി എഴുതിയ താഴ്വര, അത് ഞാൻ പ്രത്യാശയുടെ വാതിലായി മാറ്റും.
ഇന്നത്തെ ദിവസം ദൈവം നമ്മോട് ഹൃദ്യമായി ഇടപെടുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ പിന്തുടർന്ന് വിളിക്കുന്നു. ആ ദൈവമായി സമയം ചിലവഴിപ്പാൻ, ഹൃദ്യമായി സംസാരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളും പകരണമേ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.